ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച നടൻ മോഹൻലാൽ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 5:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന മോഹൻലാൽ 6:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. രാവിലെ 10:30 ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവയ്ക്കും. അതിനു പിന്നാലെ മോഹൻലാലിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്നായിരുന്നു അവാർഡ് വാർത്തയോടുള്ള മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിനന്ദൻ, മലയാളികൾക്കേറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ. അതിന്റെ ആഘോഷത്തിലുമായിരുന്നു മലയാളികൾ. എന്തായാലും ഇന്ന് മോഹൻലാൽ കൊച്ചിയിൽ എത്തുകയാണ്. എപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേരുക? ഒരു വാർത്താ സമ്മേളനവും ഉണ്ടല്ലോ ആഘോഷങ്ങൾക്ക് പുറമെ. കൃഷ്ണ, സിനിമാ മേഖലയെ സംബന്ധിച്ചോളം രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2004 ശേഷം ഏതാണ്ട് 20 വർഷത്തിന് ശേഷം ഇപ്പോൾ അത് മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ് മഹാനടൻ മോഹൻലാലിലൂടെ. എന്തായാലും ഇന്നലെ മുതൽ തന്നെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നിർമ്മാണം, സംവിധാനം, അഭിനയം തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് കേന്ദ്ര വാർത്താ വിജ്ഞാപന മന്ത്രാലയം ഇത്തരത്തിലേക്ക് ഒരു അവാർഡ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഈ 23 നടക്കുന്ന ചടങ്ങിലായിരിക്കും, ദേശീയ അവാർഡ് ദാന ചടങ്ങിലായിരിക്കും മോഹൻലാൽ അവാർഡ് ഏറ്റുവാങ്ങുക. അദ്ദേഹം ഒരു റിയാലിറ്റി ഷോ അവതാരകനാണ്. ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. അതിനുശേഷം ഇവിടേക്ക് ഇന്ന് രാവിലെയോടുകൂടിയായിരിക്കും എത്തുക. 5:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 6:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. പിന്നീട് എളമക്കരയിലെ അമ്മയുടെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിയതിനു ശേഷം 10:30 കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ആയിരിക്കും അദ്ദേഹം എല്ലാവരോടും നന്ദി അറിയിക്കുക. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എല്ലാവരോടും നന്ദി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അണിയറ പ്രവർത്തകരുണ്ട്, സംവിധായകർ, നിർമ്മാതാക്കൾ, എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ഇത്രയും വളർത്തി വലുതാക്കിയത് കേരളീയ സമൂഹമാണ്, മലയാളി പ്രേക്ഷകരാണ്. അവരോടുള്ള നന്ദി ഇന്നലെ തന്നെ മോഹൻലാൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2004 ശേഷം അടൂർ ഗോപാലകൃഷ്ണനാണ് അവസാനമായിട്ട് മലയാള ചരിത്രലോകത്ത് ഇത്തരത്തിലുള്ള അവാർഡ് നേടിയതിനു ശേഷം 20 വർഷത്തിന് ശേഷം ഇപ്പോൾ മോഹൻലാലിലൂടെ അവാർഡ് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് മലയാള സിനിമാ ലോകമുള്ളത്. ഇന്നലെ തന്നെ പലരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നുള്ള സംവിധായകരുടെയും നിർമ്മാതാക്കളും ഒക്കെ ഇന്നലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ഇന്നലെ വാക്കുകൾ കുറിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ അഭിനന്ദനം പ്രവാഹം ഇപ്പോഴും മോഹൻലാലിന് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് എത്തി മലയാളി പ്രേക്ഷകരെ കാണുന്നതിന് വേണ്ടിയിട്ടും മലയാളി പ്രേക്ഷകരോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്താ സമ്മേളനം ഇന്ന് 10:30 കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഉണ്ടാകുകയും ചെയ്യും. ക്രിസ്റ്റീന റിജിത്ത്. ശരി, YS അഭിനന്ദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തമാണ്. മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം രാവിലെ 10:30. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.